ആരെയും ദ്രോഹിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മാന്യമായി നിലകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഇസ്രായേലിനെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ ആക്രമിച്ച് കൂട്ടക്കുരുതി നടത്തിയതോടെ ഗാസയിലുള്ള പലസ്തീൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത നരകയാതനകളാണ്. എന്നാൽ ഈ നരകയാതനകൾക്ക് കാരണമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലിനെയും. എന്നാൽ എന്താണ് പലസ്തീൻ ഇപ്പോൾ അനുഭവിക്കുന്ന നരകയാതനകളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോഴാണ് അവർ തിരിച്ചടിച്ചിട്ടുള്ളത്. ഇസ്രായേൽ രൂപം കൊണ്ട ആ സമയത്ത് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള 8ഓളം അറബ് രാജ്യങ്ങൾ കേരളത്തിന്റെ പകുതി പോലും വലുപ്പം അന്നില്ലാതിരുന്ന ഇസ്രായേലിനെ ആക്രമിച്ചു. തുടർന്ന് 1967 6ഓളം രാജ്യങ്ങൾ ഒന്നിച്ച് ആക്രമിച്ചു. എപ്പോഴും വിജയം ഇസ്രായേലിന്റെ ഒപ്പമായിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ പലസ്തീനിൽ അധിനിവേശം നടത്തി എന്നൊക്കെയാണ് ഇവിടുത്തെ പ്രചാരണം. എന്നാൽ പലസ്തീനികളും മുസ്ലിം രാജ്യങ്ങളും ഇങ്ങോട്ട് തോണ്ടി പോയതാണ് ഉള്ള ഭൂമി. പലസ്തീന്റെ കുറച്ചു ഭൂമി സമീപത്തെ ഇസ്ലാമിക രാജ്യങ്ങളും കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു ജൂതക്കുട്ടി ജനിച്ചാൽ അവൻ പഠിക്കുന്ന ശാസ്ത്രവും ടെക്നോളജിയുമൊക്കെയാണ്. എന്നാൽ പലസ്തീനിലെ കുട്ടികളുടെ തലയിൽ എന്താണ് കുത്തിവെക്കുന്നതെന്ന് അവരുടെ പ്രൊപ്പഗാണ്ട വീഡിയോകൾ തന്നെ ലോകത്തിന് പറഞ്ഞു തരുന്നുണ്ട്. സ്വയം പര്യാപ്തതയുള്ള ക്രൈസ്തവ രാജ്യങ്ങളെ കാണുമ്പോൾ അസൂയയും അസഹിഷ്ണുതയും പൊട്ടിയൊലിക്കുന്ന മതഭീകരന്മാർക്ക് അവരെ നിരന്തരമായി തോണ്ടിയും കൊത്തിയും അസ്വസ്ഥതപ്പെടുത്തണമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദികളെ മുന്നിൽ നിർത്തി ജൂതരാജ്യമായ ഇസ്രായേലിനോട് പലസ്തീനിലെ തീവ്രവാദികളും കാണിച്ചത്. എന്നാൽ കൊത്തി മുറത്തിൽ കയറി കൊത്തി രാജ്യത്തെ വിലപിടിപ്പുള്ള ജീവനുകൾക്ക് വില പറഞ്ഞിട്ടും പ്രതിരോധിക്കാതിരുന്നാൽ അവർ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ശിഥിലമാക്കുമെന്ന് ഉറപ്പായ ഘട്ടം എത്തിയപ്പോഴാണ് കൃത്യമായ തിരിച്ചടികളുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇപ്പോൾ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ഉന്മൂലനത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. അമുസ്ലിം രാജ്യങ്ങളുടെ പുരോഗതികൾ കാണുമ്പോൾ അസൂയയാൽ അസ്വസ്ഥത പെരുക്കുന്ന തീവ്രവാദികൾ അവരെ കൊന്നൊടുക്കണമെന്നും കൊള്ളയടിക്കണമെന്നും ചിന്തിക്കുന്നത് അവരുടെ കരുത്തുകൊണ്ടോ ശേഷി കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് മതപ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങളിലെ അവരുടേതായ നിഷ്കർഷതകൾ കൊണ്ട് തന്നെയാണ്. ഇസ്രായേലിലെ ഹമാസിന്റെ ചേഷ്ടകളും മറിച്ചല്ലായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ വെറുതെ ചൊറിയുന്നത് പണിയാകുമെന്നും അവരുടെ തിരിച്ചടികൾ അവർക്ക് താങ്ങില്ലെന്നും അവർ പാലൂട്ടി വളർത്തുന്ന ഹമാസ് താന്തോന്നികളോട് അടങ്ങിയിരിക്കാൻ അവർ തന്നെ പറയണമെന്നും വിവരമുള്ളവർ പലസ്തീനോട് പറഞ്ഞുകൊടുത്തിട്ടും അത് ഗൗനിക്കാതിരുന്നതിന്റെ ഗുരുതരമായ ഭവിഷ്യത്താണ് ഇപ്പോഴവർ അനുഭവിക്കുന്നത്. ഇസ്രായേലിൽ കയറി ഹമാസ് ആക്രമിച്ചെടുത്തത് 1300 യഹൂദന്മാരുടെ ജീവനായിരുന്നെങ്കിൽ തിരിച്ചടിയിൽ പലസ്തീന് ഇതുവരെ നഷ്ടപ്പെട്ടത് അതിന്റെ ഇരട്ടിയിലധികം ജീവനുകളാണ്. യുദ്ധം അതിന്റെ സ്ഥായീഭാവത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ പോലും ഹമാസ് പാലസ്തീൻ ജനതയ്ക്ക് മേൽ കനത്ത നാശനഷ്ടങ്ങൾക്ക് കളമൊരുക്കുകയാണ്. ആക്രമണത്തിൽ നിരപരാധികളായ പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെടാതിരിക്കേണ്ടതിന് കൃത്യമായ റൂട്ട് മാപ്പുകളിലൂടെ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ നൽകിയ നിർദ്ദേശങ്ങളെ അവഗണിച്ച് ജനങ്ങളോട് അവിടെ തന്നെ തുടരാൻ ഹമാസ് നിർബന്ധിക്കുന്നത് പലസ്തീനിൽ കൂടുതൽ ആൾനാശം ഉണ്ടാക്കാനാണ്. പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന ഇടത് ഇസ്ലാമിക മാധ്യമങ്ങളുടെ പിന്തുണയോടെ ലോകമെങ്ങും ഇരവാദം കൊഴുപ്പിക്കലാണ് ഹമാസിന്റെ ലക്ഷ്യം. അവരുടെ നാശത്തിന് മാത്രം ഉതകുന്ന തരത്തിൽ കുടിൽ വ്യവസായം പോലെ പലസ്തീനിൽ തഴച്ചു വളരുന്ന റോക്കറ്റ് ബോംബ് നിർമ്മാണ ഫാക്ടറികളാണ് ഇന്ന് പലസ്തീൻ സാങ്കേതിക മികവുകൾ എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കുന്ന ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടും, എന്നിട്ട് തിരിച്ചടികൾ തിരികെ വാങ്ങിക്കൂട്ടും, എന്നിട്ട് മോങ്ങിക്കരയും. ശേഷം ഇടത് ഇസ്ലാമിക മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഇരവാദമിറക്കി ലോകം മുഴുവൻ പിരിവ് നടത്തും. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് വീണ്ടും ബോംബും റോക്കറ്റും ഉണ്ടാക്കി പൊട്ടിക്കുക എന്ന തീവ്രവാദികളുടെ രീതി മാറ്റാതെ പലസ്തീൻ ഇപ്പോൾ അനുഭവിക്കുന്ന നരകയാതനകൾക്ക് അറുതി വരുത്താൻ അവർക്ക് ഒരിക്കലും കഴിയുകയില്ല. ഇസ്രായേൽ രൂപം കൊണ്ടപ്പോൾ തന്നെ അസഹിഷ്ണുത പൂണ്ട 8ഓളം അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. എന്നാൽ അന്തിമ വിജയം ഇസ്രായേലിന് തന്നെയായിരുന്നു. പിന്നീടും കൂട്ടമായി ആക്രമിച്ചു. എല്ലായ്പ്പോഴും വിജയം ഇസ്രായേലിനൊപ്പമായിരുന്നു. ആ അസഹിഷ്ണുത ഇപ്പോഴും ഹമാസിന്റെ രൂപത്തിൽ തുടരുകയാണെന്ന് മാത്രം. നാഴികയ്ക്ക് 40 വട്ടവും സമാധാനം എന്ന് ഉരുവിടുന്നവർ തന്നെ കാറ്റ് വിതച്ച കൊടുങ്കാറ്റ് കൊയ്യുന്നതാണ് ഇവിടുത്തെ വലിയ ഐറണി. കമ്മ്യൂണിസ്റ്റുകാർ മാനവികതയും നവോത്ഥാനവും പ്രസംഗിക്കുന്നതും ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ സമാധാനം എന്ന് പറയുന്നതും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോമഡിയായി മാറിയിരിക്കുകയാണ്. മാനവികതയും മര്യാദയും മുൻനിർത്തി ജീവിക്കേണ്ട പലസ്തീൻ ജനത ഇപ്പോൾ മത തീവ്രവാദം നിമിത്തം നരകയാതന അനുഭവിക്കുകയാണ്. പലസ്തീനികൾ ആരായാലും ഇസ്രായേലിയർ ആരായാലും നിരപരാധികളുടെ മരണം കടുത്ത വേദന തന്നെയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് ഇനിയുള്ള കാലം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ മതതീവ്രവാദത്തിന്റെ പേരിലുള്ള മെക്കിട്ടുകയറ്റം നിർത്തിയിട്ട് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ സഹകരിക്കുക.
അപ്പോൾ ലോകം മുഴുവൻ പലസ്തീൻ ജനതയോടൊപ്പം നിൽക്കും. അല്ലെങ്കിൽ ഇസ്രായേലും സഖ്യരാഷ്ട്രങ്ങളും പലസ്തീനെ ഘട്ടം ഘട്ടമായി തരിപ്പണമാക്കും. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന തീരുമാനമെടുക്കേണ്ടത് പലസ്തീൻ ജനതയാണ്.